മോഹൻലാൽ നായകനായ നേര് സിനിമയുടെ റിലീസ് തടയണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. തന്റെ തിരക്കഥയുടെ മോഷണമാണ് സിനിമയെന്നും പ്രദർശനം തടയണമെന്നും ആവശ്യപ്പെട്ടുള്ള തിരക്കഥാകൃത്ത് ദീപു കെ ഉണ്ണി ആണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഞങ്ങളുടെ പ്രതിനിധി അശ്വതി എ നായർ ഇതിന്റെ വിവരങ്ങളുമായി ചേരുകയാണ്. അശ്വതി, എന്തൊക്കെയാണ് ഈ തിരക്കഥാകൃത്തിന്റെ വാദങ്ങൾ ഇന്നിത് കോടതിയിലെത്തുമ്പോൾ? അജിംഷാദ്, നാളെ ഈ സിനിമ റിലീസിനിരിക്കെയാണ് ഇന്നിപ്പോൾ ഈ ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നത്. ഇതിൽ ഈ ഹർജിക്കാരനായിട്ടുള്ള ദീപു കെ ഉണ്ണി പ്രധാനമായിട്ടും എതിർകക്ഷികളായിട്ട് ചേർത്തിട്ടുള്ളത് ഈ സിനിമയിലെ നടനായിട്ടുള്ള മോഹൻലാൽ, അതിനോടൊപ്പം സംവിധായകനായിട്ടുള്ള ജിത്തു കെ ജോസഫ്, അതിനോടൊപ്പം ഇതിൽ നടിയും അഭിഭാഷകയുമായിട്ടുള്ള ശാന്തിപ്രിയ, ഈ സിനിമയുടെ നിർമ്മാതാവായിട്ടുള്ള ആന്റണി പെരുമ്പാവൂർ, ഫിലിം സെൻസർ ബോർഡ്, പോലീസ് മേധാവി എന്നിവരെ ഉൾപ്പെടെ എതിർകക്ഷികളാക്കിക്കൊണ്ടാണ് ദീപു കെ ഉണ്ണി ഈ ഹർജി സമർപ്പിച്ചിട്ടുള്ളത്. ഇതിൽ പ്രധാനമായിട്ടും ദീപു കെ ഉണ്ണി ഉന്നയിക്കുന്ന വാദങ്ങൾ എന്ന് പറയുന്നത് ഈ 2021 ഏപ്രിലിൽ ആദ്യം 2021 ജനുവരിയിൽ ഈ സിനിമയുടെ ഒരു ചർച്ച ജിത്തു കെ ജോസഫുമായിട്ട് നടന്നിരുന്നു. ജിത്തു കെ ജോസഫിന്റെ ഉദയം പേരൂരിലെ വീട്ടിൽ വെച്ചാണ് ആദ്യം ഈ തിരക്കഥ കൈമാറുന്നതും അതിനോടൊപ്പം ഈ സിനിമയെ പറ്റിയുള്ള ചർച്ച നടത്തുന്നതും. അതിനുശേഷം 2021 ഏപ്രിലിൽ ഈ നടിയായിട്ടുള്ള ശാന്തിപ്രിയയോടൊപ്പം ചേർന്നുകൊണ്ട് മറ്റൊരു ചർച്ച കൂടി നടന്നിരുന്നു. ഈ സിനിമയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അഭിഭാഷകയായിട്ടുള്ള ശാന്തിപ്രിയയുടെ നിർദ്ദേശത്തോടു കൂടി തന്നെ കൂടുതൽ ചർച്ച നടത്തിയിരുന്നു. അതിനോടൊപ്പം ഈ മോഹൻലാലിന്റെ ഡേറ്റ് അനിവാര്യമാണ്, അതിനോടൊപ്പം കൂടുതൽ ചർച്ച ഈ സിനിമയിൽ ആവശ്യമാണ് എന്നതടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ആ സമയത്ത് ഈ സിനിമ എടുക്കാതിരുന്നതെന്നും ഈ ഹർജിക്കാരൻ പറയുന്നുണ്ട്. അതിനുശേഷം ഈ മാസം 17-ന് ഈ സിനിമയുടെ ട്രെയിലർ പുറത്തു വന്ന സമയത്താണ് തന്റെ തിരക്കഥയാണ് ഇത്തരത്തിൽ ജിത്തു കെ ജോസഫ് സിനിമയാക്കി പുറത്തെടുക്കുന്നത് എന്ന് മനസ്സിലാകുന്നതെന്നും അതിനെതിരെയാണ് ഇപ്പോൾ ഹർജി സമർപ്പിച്ചിട്ടുള്ളതും. പ്രധാനമായിട്ടും ഈ ഇവർക്കെതിരെ എതിർകക്ഷികളാക്കിക്കൊണ്ട് സമർപ്പിച്ചിട്ടുള്ള ഈ സിനിമയിലെ ആശീർവാദ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ വരുന്ന സിനിമ കൂടുതലും ഈ കോടതി രംഗങ്ങളാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ഇതിനുശേഷം ഈ തിരക്കഥയിൽ കൂടുതൽ ചർച്ച ആവശ്യപ്പെട്ട് നിർത്തിവെച്ച ഈ സിനിമ വീണ്ടും ഇവർ മോഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഹർജി വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഹർജിക്കാരൻ ഉന്നയിക്കുന്ന മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് ഈ എതിർകക്ഷികൾ ഇതിനു മുൻപും ഇത്തരത്തിൽ അതായത് തിരക്കഥ മോഷണം നടത്തിയിട്ടുണ്ട് എന്നൊരു ആരോപണം കൂടി ഈ ഹർജിയിൽ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് ഹൈക്കോടതി ഈ ഹർജി പരിഗണിച്ചതിന് ശേഷമായിരിക്കും നാളെ ഈ സിനിമ റിലീസിന് ഇറങ്ങുമോ അതോ ഈ ഹർജിക്കാരന്റെ ആവശ്യങ്ങൾ മുഖവിലേക്ക് എടുത്തുകൊണ്ട് അത് നിർത്തിവെക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരിക. അജിംഷാദ്. ഈ അശ്വതി എ നായരാണ് വിവരങ്ങൾ നൽകിയത്. നേര് സിനിമയുമായി ബന്ധപ്പെട്ട മോഹൻലാലിൻ്റെ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള കേസാണ് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നത്. തിരക്കഥാകൃത്തായ ഉണ്ണി ആണ് മോഷണമാണ് തൻ്റെ കഥയുടെ മോഷണമാണ് ജിത്തു ജോസഫിൻ്റെ ഈ പുതിയ സിനിമ എന്നൊക്കെയാണ് വാദങ്ങൾ. ഇതിൻ്റെ വിവരങ്ങളാണ് ഇന്ന് വ്യവഹാരങ്ങളിലേക്ക് എത്തുന്നതിൻ്റെ വിശദാംശങ്ങളാണ് അശ്വതി എ നായർ നൽകിയത്.